إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാനിന്റെ ഒന്നാമത്തെ 10 അതിന്റെ അവസാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാം ഓരോരുത്തരും. വിശുദ്ധ റമദാനിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന ആവേശവും ഊർജവുമൊന്നും ഒട്ടും ചോർന്നു പോകാതെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം, നന്മയിലേക്ക് കുതിക്കുവാൻ പരിശ്രമിക്കണം എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആനിന്റെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിക്കുവാൻ വേണ്ടി പ്രത്യേകമായി തെരഞ്ഞെടുത്ത മാസമാണ് റമദാൻ. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിൽ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത്? അത് ഹുദൻ ലിന്നാസാണ്, ജനങ്ങൾക്കുള്ള ഹുദയാണ്, സന്മാർഗമാണ്. ഇന്ന് ലോകത്ത് മനുഷ്യന്മാർക്ക് സന്മാർഗം കാണിക്കുന്ന ഏക വേദഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമേ ഉള്ളൂ. തൗറാത്തും ഇഞ്ചീലുമെല്ലാം അതിന്റെ പ്രവാചകന്മാരുടെ കാലശേഷം അതിന്റെ അനുയായികൾ വളരെയധികം വികൃതമാക്കുകയും തങ്ങളുടെ അഭീഷ്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് അതിൽ ചിലത് കൂട്ടിച്ചേർക്കുകയും ചിലതിനെ വെട്ടിമാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യകരങ്ങൾ കൊണ്ട് മലിനമായതിനാൽ ജനങ്ങൾക്കതിൽ ഹിദായത്തുണ്ടാവുകയില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഹുദൻ ലിന്നാസ്, അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല,
മക്കക്കാർക്കും മദീനക്കാർക്കും ഹിജാസുകാർക്കും ഇറാഖുകാർക്കും മാത്രമല്ല, ഹുദൻ ലിന്നാസ്, ഭൂമിയിൽ ആദമിന്റെ സന്തതികളായി പിറന്നിട്ടുള്ള മനുഷ്യന്മാർക്കും ജിന്നുകൾക്കുമൊക്കെ ആ വിശുദ്ധ ഖുർആനിൽ ഹുദയുണ്ട്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും ഏതാണ് എന്ന് കൃത്യമായി വ്യവച്ഛേദിച്ച് വേർതിരിക്കുന്ന ഒരു വേദഗ്രന്ഥമാണിത്. അതും മനുഷ്യർക്ക് സാധ്യമല്ല. ഇന്നതാണ് ശരി, ഇന്നത് തെറ്റാണെന്ന് പറയാൻ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ അതല്ലെങ്കിൽ മനുഷ്യന്മാരുടെ തീരുമാനങ്ങൾ കൊണ്ടോ സാധ്യമല്ലാത്തിടത്താണ് വിശുദ്ധ ഖുർആൻ അത് ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. സഹോദരന്മാരെ, വിശുദ്ധ റമദാനിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഓരോരുത്തരും വിശുദ്ധ ഖുർആനുമായി കൊണ്ട് എത്രമാത്രം അടുത്തിട്ടുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട സമയമാണിത്. വിശുദ്ധ ഖുർആനിൽ നിന്ന് എത്രയാണ് നാം ഓതി തീർത്തിട്ടുള്ളത്? ആ വിശുദ്ധ ഖുർആനിന്റെ എത്ര ആയത്തുകളെക്കുറിച്ചാണ് നാം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്? വിശുദ്ധ ഖുർആനിൽ നിന്ന് എത്ര ആയത്തുകളെക്കുറിച്ചാണ് നാം ചിന്തിച്ചിട്ടുള്ളത്? വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ആയത്തുകൾ പാരായണം ചെയ്തപ്പോൾ നമ്മുടെ കണ്ണുകൾ നനഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നത് ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. ഖുർആനുമായി ബന്ധമില്ലാത്ത, ഖുർആൻ സ്വാധീനം ചെലുത്താത്ത റമദാൻ ഒരു വിശ്വാസിക്കുണ്ടായിക്കൂടാ. കാരണം വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ഖുർആൻ ഒരുപാട് വിശേഷണങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിൽ വിശുദ്ധ ഖുർആനെ കുറിച്ച് വരുന്നതായി കൊണ്ട് കാണാൻ കഴിയും. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, നിശ്ചയമായും ഏറ്റവും സന്മാർഗമായ മാർഗത്തിലേക്ക്, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് നേർവഴി കാണിക്കുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ. സൂറത്തുൽ ഇസ്രാഇന്റെ 9-ാമത്തെ ആയത്തിൽ പറഞ്ഞതാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്ത് തഗാബുന്റെ 8-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ഒരു പ്രകാശമാണ്, വെളിച്ചമാണ്. ഈ ഇരിക്കുന്ന നാം ഓരോരുത്തരും ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ 60 കഴിഞ്ഞവരുണ്ട്, 50 കഴിഞ്ഞവരുണ്ട്, 40 കഴിഞ്ഞവരുണ്ട്, ഇനി മധ്യവയസ്കന്മാരുണ്ട്, കുട്ടികളുണ്ട്. ഇത്രയും കാലം വിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുകയും പാരായണം ചെയ്യുകയും അതിന്റെ ക്ലാസുകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ വിശുദ്ധ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഒരു വെളിച്ചം നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ഇരുട്ടിന് പകരമായി, നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ഇരുട്ടിന് പകരമായ ഒരു വെളിച്ചം സഹോദരന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഖുർആൻ പറയുന്നു, വിശുദ്ധ ഖുർആൻ വെളിച്ചമാണ്. ഫആമിനു ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, അല്ലാഹുവിന്റെ പ്രവാചകനിൽ വിശ്വസിക്കണം. വന്നൂരില്ലദി അൻസൽനാ, നാം ഇറക്കിയിട്ടുള്ള പ്രകാശത്തിലും നിങ്ങൾ വിശ്വസിക്കണം. ഏതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ പ്രകാശം? അത് വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ, ഇരുട്ടിന്റെ രാത്രിയിൽ, ഇരുട്ടുള്ള രാത്രിയിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. ഇരുട്ടുള്ള സമൂഹത്തിലേക്കാണ് ഖുർആൻ അവതരിച്ചത്. ആ ഇരുട്ടുള്ള സമയങ്ങളിലാണ് പ്രകാശത്തിന്റെ ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ വന്നൂരില്ലദി അൻസൽനാ, നാം ഇറക്കിയ ഒരു പ്രകാശത്തിലും നിങ്ങൾ വിശ്വസിക്കണം. എന്തിനാണ് ലോകത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ പറഞ്ഞയച്ചുകൊണ്ട് ഇത്രയും വലിയ ഒരു 4 നൂറ്റാണ്ട് കാലത്തോളം വരുന്ന കാലഘട്ടത്തിനിടയിൽ, 23 വർഷക്കാലത്തിനിടയിൽ ഘട്ടം ഘട്ടമായി പല പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത്? അത് കേവലം ഒരു മരിച്ചെടുത്ത് ഓതാനാണോ? അതല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ്, ആ കഹ്ഫ് മാത്രം ഓതാനാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വെള്ളിയാഴ്ചയിലോ അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലോ പള്ളിയിൽ വരുമ്പോൾ ഒരു കേവല പാരായണത്തിന് വേണ്ടിയാണോ? അല്ല സഹോദരന്മാരെ, അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് ആ അവതരിപ്പിച്ച പടച്ച റബ്ബ് തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഞാൻ ഈ ഖുർആൻ നിങ്ങൾക്ക് തന്നത്? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, നബിയെ നിങ്ങൾക്ക് നാം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു. മുബാറകുൻ, ആ വിശുദ്ധ ഖുർആൻ പവിത്രമാണ്, വിശുദ്ധ ഖുർആൻ ബറക്കത്തുള്ളതാണ്. അതിന്റെ ഓരോ ആയത്തുകളും അതിന്റെ ആശയങ്ങളും അതിൽ പറയപ്പെടുന്ന ലഫ്ളുകളും വാചകങ്ങളും ആയത്തുകളുമെല്ലാം മുബാറക്കാണ്, ബറക്കത്തുള്ളതാണ്. എന്തിനു വേണ്ടിയാണ്? ലിയദ്ദബ്ബറു ആയാതിഹി, ആ ആയത്തുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാനും ഉറ്റാലോചിക്കാനും വേണ്ടിയാണ്. ഖുർആൻ ഇറക്കിയത് കേവല പാരായണത്തിന് വേണ്ടിയല്ല. അറബികൾക്ക് വായിക്കാൻ കിതാബില്ലാഞ്ഞിട്ട് അറന്ന പിടിച്ചൊരു കിതാബ് വായിക്കാൻ,
വായിച്ച് രസിക്കാനും അതിന്റെ ആസ്വാദനങ്ങൾ സാഹിത്യ ഭംഗിയും ആസ്വദിക്കാൻ വേണ്ടിയല്ല. അതിന്റെ വിദൂര ലക്ഷ്യങ്ങൾ ഒരു ലക്ഷ്യം മാത്രമാണ്. ലിയദ്ദബ്ബറു ആയാതിഹി, ആ അള്ളാഹുവിന്റെ ഓരോ ആയത്തുകളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, അതനുസരിച്ചുകൊണ്ട് അമല് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകൾ ആ ഖുർആനെക്കുറിച്ച് മനനം ചെയ്യാൻ, ആ ഖുർആനെക്കുറിച്ച് ചിന്തിക്കാനാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിത കാലഘട്ടത്തിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. കുട്ടികളെ കല്യാണക്കാര്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ ജോലിയുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ ഭാവിയെക്കുറിച്ചും നമ്മുടെ മക്കളെ ഭാവിയെക്കുറിച്ചും നമ്മുടെ മക്കളുടെ പഠനത്തെക്കുറിച്ചും അങ്ങനെ നൂറായിരം കാര്യങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും ചിന്തിക്കുന്നവർ, അതൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ അള്ളാഹ് പറഞ്ഞ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്, ആ ഖുർആനിന്റെ ആയത്തുകളെക്കുറിച്ച് ചിന്തിക്കാനാണ് ഞാൻ ഈ പരിശുദ്ധമായ വേദഗ്രന്ഥം നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത് എന്ന് പറഞ്ഞ ആ ആയത്തിനെ കുറിച്ച് നമ്മൾ ജീവിതത്തിൽ എത്രമാത്രം ചിന്തിച്ചിട്ടുണ്ട്? അള്ളാഹ് ചോദിക്കാണ്, എന്നോടും നിങ്ങളോടും ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരോടും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആന, എന്തുകൊണ്ടാണ് നിങ്ങൾ അവർ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാത്തത്? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവിടെ ഹൃദയങ്ങളിൽ ഒരു പൂട്ടിയിരിക്കുകയാണോ? അതിന്റെ ഉള്ളിലേക്ക് വിശുദ്ധ ഖുർആന്റെ വെളിച്ചം കയറാത്ത രൂപത്തിൽ അവിടെ ഹൃദയങ്ങളിലേക്ക് താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ? എന്താണ് അവിടെ ഹൃദയങ്ങൾക്ക് സംഭവിച്ചത്? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? ഇതാരോടുള്ള ചോദ്യമാണ്? അങ്ങാടിയിൽ നടക്കുന്ന ബുദ്ധിയില്ലാത്ത മനുഷ്യരുള്ള ചോദ്യമല്ല. ഈ ഖുർആൻ സ്വീകരിക്കുന്ന, ഖുർആന്റെ അനുയായി എന്ന് പറയപ്പെടുന്ന, ആ ഖുർആൻ നമസ്കാരത്തിലും അല്ലാത്തപ്പോഴും പാരായണം ചെയ്യുന്ന വിശ്വാസികളോടും അതുപോലെ തന്നെ അതിന്റെ അനുയായികളോടും ചോദിക്കുന്നത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്തത്? നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് മുകളിൽ പൂട്ടുണ്ടോ എന്നാണ്. സഹോദരന്മാരെ, ആ പൂട്ടുണ്ടെങ്കിൽ പൊട്ടിക്കേണ്ട മാസമാണ് റമദാൻ. ആ പൂട്ടുകൾ അഴിച്ചുവെച്ച് ഖുർആനിന്റെ വെളിച്ചത്തെ മനസ്സുകളിലേക്ക് ആവാഹിച്ച് മനസ്സുകളിലേക്ക് കയറ്റേണ്ട മാസമാണ് റമദാൻ. അതിന് നമുക്ക് സമയമില്ലെങ്കിൽ നമ്മുടെ റമദാൻ നമുക്കെതിരായിരിക്കും. ഒരു ഖുർആനിൽ നിന്ന് ഒരു ജുസ് പോലും ഈ 9 നോമ്പായിട്ടും പാരായണം ചെയ്യാൻ നമുക്ക് ഒഴിവ് കിട്ടിയിട്ടില്ല. തിരക്കാണ്. ഈ ചോദ്യം എന്നോടും നിങ്ങളോടുമാണ്. പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഇനിയോ ആ വിശുദ്ധ ഖുർആനെ കുറിച്ച് ചിന്തിക്കുകയും അതിന്റെ അമലുകൾ, അത് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യണം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബഖറ 121 ആയത്തിൽ പറഞ്ഞു, അല്ലദീന ആതൈനാഹുമുൽ കിതാബ, നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ള ചില ആളുകളുണ്ട്, യത്ലൂനഹു ഹഖ്ഖ തിലാവത്തിഹി, ആ ഖുർആനിനെ അവർ ഓതേണ്ട പ്രകാരം ഓതിക്കൊണ്ടിരിക്കുന്നു. അതിങ്ങനെ കേവല പാരായണമാണോ? അല്ല. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇമാം തൊബരി പറയാണ്, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഖാറു മുഫസ്സിരീങ്ങളായ സഹാബത്ത് പറഞ്ഞു, അയത്തബിഊനഹു ഹഖ്ഖ തിബാഇഹി, ആ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി കൊണ്ടവർ പിൻപറ്റും. വയഅമലൂന ബിഹി ഹഖ്ഖ അമലിഹി, ആ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ പ്രവർത്തിക്കാനുണ്ടോ അതെല്ലാം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരും. പ്രവർത്തിക്കണമെങ്കിൽ എന്താ അല്ലാഹ് പറയുന്നത് മനസ്സിലാക്കണ്ടേ? നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, മഹാന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, അവർ നമ്മളെപ്പോലെ മനുഷ്യരായിരുന്നു, അവർ നമ്മളെപ്പോലെ തിരക്കുള്ള ആളുകളായിരുന്നു. പക്ഷെ എന്നാൽ ഖുർആനുമായിട്ട് അവരുടെ ബന്ധം എന്താണ്? മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന റജുലു മിന്നാ ഇദാ തഅല്ലമ 10 ആയാത്തിൻ, ഞങ്ങളിൽ നിന്ന് ആളുകൾ അഥവാ റസൂലുള്ളാഹിന്റെ സഹാബത്ത് 10 ആയത്തുകൾ പഠിക്കാൻ ഉദ്ദേശിച്ചാൽ ലം യുജാബിസുഹുന്ന, ഞങ്ങൾ ആ 10 ആയത്തുകൾ വിട്ടുകിടക്കൂല, ഹത്താ യഅരിഫ മആനിഹിന്ന, ആ ആയത്തിന്റെ അർത്ഥമെന്താണ്, ആശയമെന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടല്ലാതെ ആ 10 ആയത്തുകൾക്ക് ശേഷം 11ാമത്തെ ആയത്ത് നിങ്ങൾ പഠിക്കുമായിരുന്നില്ല. എത്ര ആയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് റമദാനിൽ? 9 നോമ്പ് കഴിഞ്ഞു. എത്ര ആയത്തുകൾ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു? സഹോദരന്മാരെ ചിന്തിക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സഹാബത്ത് ഒരു 10 ആയത്ത് പഠിച്ചാൽ ആ 10 ആയത്തിന്റെ മഅന എന്താണെന്ന് മനസ്സിലാക്കും, അർത്ഥം പഠിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മുടെ നാട്ടിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല, അത് ഹറാമാണ്, അതിന്റെ അർത്ഥം പഠിക്കൽ സാധാരണക്കാർക്ക് നിർബന്ധമില്ല, ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കൽ നിർബന്ധമില്ലെന്ന് പറഞ്ഞിരുന്നൊരു ഇരുണ്ട കാലഘട്ടം, ഇരുട്ടിന്റെ വൈതാളികന്മാരായ പണ്ഡിതന്മാർ ജീവിച്ച കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഫാത്തിഹ സൂറത്തിന്റെ പോലും അർത്ഥം പഠിക്കാൻ
സാധാരണക്കാർക്ക് നിർബന്ധമില്ല. ഓതൽ പോലും നിർബന്ധ സൂറത്തുൽ ഫാത്തിഹ മാത്രമുള്ളൂ എന്ന് പറഞ്ഞു തഹദീറുൽ ഇഖ്വാൻ മിൻ തർജുമത്തിൽ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം പോലും മലയാളത്തിൽ ഈ കേരളക്കാരിൽ ജീവിച്ച പണ്ഡിതന്മാർ ലോകത്തെവിടെയില്ലാത്തൊരു ഫിത്തൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഖുർആൻ അർത്ഥം പറയാൻ പാടില്ല, അർത്ഥം പറഞ്ഞാൽ പഴച്ചു പോകുന്ന. എന്താ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അള്ളാഹിന്റെ ഖുർആനിൽ നിന്ന് 10 ആയത്തുകൾ പഠിച്ച ആദ്യം അതിന്റെ മാനങ്ങൾ പഠിക്കും. മാത്രമല്ല സമസ്തയിൽ നിന്ന് തന്നെ ഖുർആൻ പരിഭാഷ എഴുതിയ ഒരു പണ്ഡിതനെ കാഫറാക്കിയ ചരിത്രമാണ് നമ്മുടെ നാട്ടിലുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അള്ളാഹിന്റെ ഖുർആൻ ഇറക്കിയതിനാണ് ലിയദ്ദബ്ബറു ആയാത്തി, അള്ളാഹിന്റെ ആയത്തുകളെ പറ്റി പഠിക്കാനും ചിന്തിക്കാനും അർത്ഥം മനസ്സിലാക്കാനുമാണ് അള്ളാഹ് ഖുർആൻ ഇറക്കിയെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞാൽ പഠിക്കാൻ പാടില്ല, പഠിച്ചാൽ കാഫറായി പോകും, പരിഭാഷ ചെയ്താൽ കാഫറായി പോകും. ആ കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിൽ നിന്നെല്ലാം ആളുകൾ മാറിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഖുർആൻ ക്ലാസ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ തുടങ്ങിയപ്പോ ഖുർആനിനെ ക്ലാസ്സിലാക്കി എന്ന് പരിഹസിച്ച ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. ഇതൊക്കെ ആയത്തുകൾക്കും വിശുദ്ധ ഖുർആനിന്റെ വ്യക്തമായ ആശയങ്ങൾക്ക് ഗണ്ണനമാണ്. കാരണം ഖുർആൻ ആളുകൾ പഠിച്ചാൽ ആളുകൾക്ക് അതിന്റെ വെളിച്ചം കിട്ടും. ഈ പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് ആളുകൾ കുതറിയ ചാടും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്നും മഹാഭൂരിപക്ഷം പള്ളികളുടെ സമസ്തയുടെ പള്ളികളിൽ ഖുർആൻ പരിഭാഷ ഉണ്ടോ? നമ്മുടെ പള്ളികൾ എടുത്തു നോക്കി നിങ്ങൾ. ഏത് പള്ളിയിലാണെങ്കിലും വിശുദ്ധ ഖുർആന്റെ പരിഭാഷ ഉണ്ടാകും. അവിടെ ഒരു പള്ളി ഉണ്ടാക്കി ഉദ്ഘാടനം കഴിക്കുമ്പോൾ ആദ്യം ഖുർആൻ പരിഭാഷ മാനിവന്റെ ഖുർആൻ പരിഭാഷ അവിടെ കൊണ്ടുവെക്കും. എന്നാൽ സമസ്തക്കാർ തന്നെ ഇറക്കിയ, ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറയില്ല, ചിന്തിക്കാൻ വേണ്ടി പറയാൻ, സമസ്തക്കാർ തന്നെ ഔദ്യോഗികമായി കൊണ്ട് പുറത്തിറക്കിയ എത്ര ഖുർആൻ പരിഭാഷകൾ നിങ്ങൾ ഏതെങ്കിലും സമസ്തന്റെ പള്ളി കണ്ടിട്ടുണ്ടോ? എന്താ കാണാത്തത്? ഖുർആൻ പഠിക്കാനുള്ളതല്ലേ? അത് മരിച്ചോടത്ത് ഓതാൻ മാത്രമുള്ളതാണോ? അല്ല സഹോദരന്മാരെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഹത്താ യഅരിഫ മആനിഹിന്ന, ആ 10 ആയത്തുകൾ മനസ്സിലാക്കി അതിന്റെ മാനങ്ങൾ പഠിക്കും, തഫ്സീർ മനസ്സിലാക്കും, എന്നിട്ട് വൽ അമല ബിഹിന്ന, അതുകൊണ്ട് അമൽ ചെയ്യും. ആ ഖുർആന്റെ ആയത്തിൽ 10 ആയത്തിൽ എന്താ പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പഠിച്ചിങ്ങനെ പോകല്ല, ആ പഠിച്ചതിനനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യും എന്നാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ സഹാബത്തും നമ്മളും എവിടെയാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നിപ്പോ വിശുദ്ധ ഖുർആനിന്റെ പഠിക്കാൻ ഒരുപാട് സംരംഭങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഹാഫിലുകളൊക്കെ നമുക്ക് നല്ലത് തന്നെ, അൽഹംദുലില്ലാ. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാചകം നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം പറയാണ്, വഇന്ന ആഖിറ ഹാദിൽ ഉമ്മ യുർസഖൂനൽ ഖുർആൻ മിൻഹുമുസ് സബിയ്യ വൽ അമ. ഈ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടമാകുമ്പോൾ ഉള്ള അവസ്ഥ അദ്ദേഹം വിശദീകരിക്കാൻ. അന്ന് എല്ലാവരും ഖുർആൻ പഠിക്കുന്നുണ്ടാകും, അന്ധന്മാരും കുട്ടികളും എല്ലാവർക്കും ഖുർആൻ പഠിക്കുന്നുണ്ടാകും. ഫലാ യുർസഖൂനൽ അമല ബിഹി, പക്ഷേ ആ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാനുള്ള തൗഫീഖ് അവർക്കുണ്ടാവുകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടില് ഇന്ന് എത്ര ഖുർആൻ, എല്ലാ പള്ളിയിലും ഖുർആൻ പഠിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, ഹിഫ്ദ് കോളേജുകളുണ്ട്. പണ്ടത്തേനേക്കാൾ എത്രയോ ഹാഫിദീങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, അൽഹംദുലില്ലാ. പക്ഷെ എന്താണ് മുസ്ലിം സമുദായത്തിന്റെ അമലിന്റെ തോതെന്താണ്? അവിടെ സാംസ്കാരിക രംഗത്തിന്റെ അവസ്ഥ എന്താണ്? ദീനുമായിക്കൊണ്ടുള്ള അവരെ അമലിയായിട്ടുള്ള ഒരു ബന്ധം എന്താണ്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ തന്നെ ഖുർആൻ ഇങ്ങനെ ഓതുന്നുണ്ടാവും, ഹിഫ്ദാക്കാൻ പഠിക്കുന്നുണ്ടാവും, പക്ഷെ അതുമായി കൊണ്ട് ബന്ധമില്ലാത്ത അവസ്ഥ ഉണ്ടാകരുത്. അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അദ്ദേഹം പറയാണ്, ഇന്നാ സഅബുൻ അലൈനാ ഹിഫ്ദു അൽഫാദിൽ ഖുർആൻ വസഹലുൻ അലൈനാ അൽ അമല ബിഹി. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആനിന്റെ അൽഫാദുകൾ അത് മനസ്സിലാക്കി ഹിഫ്ദാക്കുക എന്നുള്ളത് ഞങ്ങൾ വലിയ പ്രയാസമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താ അറിയോ? അതുകൊണ്ട് അമൽ ചെയ്യാം. ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ എളുപ്പമായിരുന്നു. കാരണം അല്ലാഹു റസൂൽ എന്ത് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റിയ മനസ്സാണ് അവരുടേത്. അതുകൊണ്ട് ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ എളുപ്പമായിരുന്നു. എന്നാൽ വഇന്നമിൻ ബഅദനാ, നമുക്ക് ശേഷം വരുന്ന ആളുകളുണ്ടാവും, യസ്ഹുലു അലൈഹിം ഹിഫ്ദുൽ ഖുർആൻ, ഖുർആന്റെ ഹിഫ്ദ് അവർക്ക് വളരെ എളുപ്പമായിരിക്കും. പെട്ടെന്ന് ആയത്തുകൾ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ അവർ സാധിക്കും. എന്നാൽ വയസ്അബു അലൈഹിം അൽ അമല ബിഹി, അവർക്ക് പ്രയാസമുണ്ടാകുന്നത് അതുകൊണ്ട് അമൽ ചെയ്യാനായിരിക്കും. അമൽ ചെയ്യാൻ ആളെ കിട്ടൂല, ഹിഫ്ളാക്കാനൊക്കെ ആളെ കിട്ടും. അതുപോലെ തന്നെ എല്ലാ രീതിയിലും വിശുദ്ധ ഖുർആന്റെ പഠനത്തിന്റെ സംരംഭങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എത്ര ആളുകൾ ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യുന്നു ചോദിച്ചാൽ അതുകൊണ്ട് അതിനാളുകളില്ലാത്ത അവസ്ഥയായിരിക്കും സമൂഹത്തിൽ ഉണ്ടാവുക എന്നാണ് സഹോദരന്മാരെ സഹാബത്ത് വിശദീകരിക്കുക. അതൊരിക്കലും നമ്മളെ സംബന്ധിച്ചാകാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനെ പറ്റി പറഞ്ഞെന്താ? വിശുദ്ധ ഖുർആൻ പറയാണ്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയും, വനുനസ്സിലു മിനൽ ഖുർആൻ, ഈ വിശുദ്ധ ഖുർആൻ നാം അവതരിപ്പിച്ചിരിക്കുന്നു, മാ ഒന്നിനെ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ, വിശ്വാസികളായ ആളുകൾക്കത് റഹ്മത്തുണ്ട്, വിശ്വാസികളായ ആൾക്കത് ശിഫയുണ്ട്.
സഹോദരന്മാരെ, അള്ളാഹ് പറയാണ് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ആ ഖുർആനിൽ ശിഫയുണ്ട്, ആ ഖുർആൻ റഹ്മത്തുണ്ട്. നമുക്ക് വിശുദ്ധ ഖുർആനിൽ എത്ര ശിഫ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു പ്രയാസത്തിന്, അത് മാനസികമായിട്ടെ ശാരീരികമാകട്ടെ, എന്തെങ്കിലും ഒരു പ്രയാസത്തിന് ഖുർആൻ കൊണ്ട് എനിക്ക് ശിഫ കിട്ടി എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഖുർആൻ കൊണ്ട് എനിക്ക് റഹ്മത്ത് കിട്ടി എന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? ഖുർആൻ കൊണ്ട് ഈമാൻ വർദ്ധിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്തെങ്കിലേ നമ്മൾ മുഅ്മിനാകുള്ളൂ എന്ന് അള്ളാഹ് പറഞ്ഞത്. ഖുർആൻ കൊണ്ട് നമുക്ക് ഈമാൻ വർദ്ധിക്കാൻ ഖുർആൻ ഒരു കാരണമായിട്ടില്ലെങ്കിൽ അള്ളാഹ് ഇനി പറയുന്ന സൂറത്തുൽ അൻഫാലിലെ 2-ാമത്തെ ആയത്തിൽ പറഞ്ഞ് നമ്മൾ ഔട്ടാണ്. അള്ളാഹ് പറയും ഇന്നമൽ മുഅ്മിനൂന, ആരാണ് മുഅ്മിനീങ്ങൾ? ഇനി പറയാൻ പോകുന്ന വിശേഷണമുള്ള ആളുകൾ മാത്രമാണ് മുഅ്മിനീങ്ങൾ. ഇന്നമ എന്ന് പറഞ്ഞാൽ മാത്രം എന്നർത്ഥം. ഇനി അള്ളാഹ് പറയാൻ പോകുന്ന വിശേഷണങ്ങൾ, ആ വിശേഷങ്ങളിൽ ആർക്കൊക്കെ ഉണ്ടോ അവരാണ് മുഅ്മിനീങ്ങൾ, അവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. എന്താണ്? അല്ലദീന, ഒരു കൂട്ടം ആളുകളാണ് ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് അവരോട് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ പേടിക്കുന്നതാണ്. പടച്ചോൻ ഓർത്തുകൊണ്ട് നീ അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കും. അള്ളാഹിനെ ഓർത്തുകൊണ്ട് നീ അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞാൽ അവൻ വിട്ടുനിൽക്കും. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവിടെ ഹൃദയങ്ങൾ അതാ പേടിക്കുകയാണ്. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് മേൽ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ, അള്ളാഹുവിന്റെ ആയത്തുകൾ ഖുർആനെ പറ്റിയും അള്ളാഹിന്റെ ആയത്തുകളെ കുറിച്ചും വിശുദ്ധ ഖുർആൻ അവർക്ക് മേൽ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാനൻ, അവിടെ വിശ്വാസം അതാ ആയത്തുകൾ വർദ്ധിപ്പിക്കുകയാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിൽ അവർ തവക്കുലാക്കുന്നവരാണ്. ഈ 3 വിശേഷങ്ങൾ ആർക്കൊക്കെ ഉണ്ടോ അവൻ മാത്രമാണ് മുഅ്മിൻ എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാൽ പറഞ്ഞത്. അതിലൊന്ന്, അള്ളാഹിനെ പറ്റി പറയപ്പെട്ടാൽ അവർക്ക് ഹൃദയങ്ങൾ പേടിണ്ടാകും. എന്ത് പടച്ചോന് എന്ന ചിന്തയല്ല മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകുക. അള്ളാഹു എന്ന് പറയപ്പെട്ട ഇദാ ദുക്കിറല്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെട്ടാൽ അഖദത്തുൽ ഇസ്സത്തു ബിൽ ഇസ്മി എന്ന് പറഞ്ഞ വേറെ കൂട്ടരുണ്ട്. അവിടെ തിന്മയിൽ, അവിടെ ദുരഭിമാനം കൊണ്ട് തിന്മയിൽ പിടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ മുഅ്മിനീങ്ങളാകാൻ പാടില്ല. ഒരു തെറ്റ് ചെയ്താൽ പിന്നെ പടച്ചോനല്ല ഞാര് പറഞ്ഞാലും അത് എനിക്ക് പിന്മാറാൻ പറ്റൂല എന്ന് പറയുന്ന ദുരഭിമാനികളുണ്ട്. അവരെ പോലെ മുഅ്മിനീങ്ങളാകാൻ പാടില്ല, മുഅ്മിനീങ്ങളല്ല. രണ്ടാമത് അള്ളാഹ് പറഞ്ഞത് അള്ളാഹുവിന്റെ ആയത്തുകൾ അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുമെന്നാണ്. അള്ളാഹിന്റെ ഖുർആൻ ഓതിയാൽ ഈമാൻ വർദ്ധിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ? നമ്മുടെ കണ്ണുകൾ നനയാറുണ്ടോ? നമ്മുടെ ഹൃദയങ്ങൾ പിടക്കാറുണ്ടോ? നമ്മൾ പടച്ചോനെ പറ്റിയും അതുപോലെ തന്നെ പരലോകത്തെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചന വരുന്നില്ലെങ്കിൽ നമ്മൾ ഈമാൻ എന്തോ കുറവ് സംഭവിച്ചിട്ടുണ്ട്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, മുഅ്മിനീങ്ങളുടെ 3-ാമത്തെ ക്വാളിറ്റി, അവർ അള്ളാഹുൽ മാത്രം തവക്കുലാക്കുന്നവരാണ്. നൂലിലും ചരടിലും കാഞ്ഞിരക്കുറ്റിയിലും ജാറങ്ങളിലും മഖബറുകളിലുമല്ല അവിടെ തവക്കുൽ എന്ന് പറഞ്ഞത്. അവിടെ തവക്കുൽ അള്ളാഹുലാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈ 3 വിശേഷണങ്ങൾ ഉള്ളവരായിരിക്കും മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഒരായത്തവർ ഓതിയാൽ അവർക്ക് ഹൃദയത്തിൽ പേടിണ്ടാകും. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ തണുത്ത വെള്ളം കുടിച്ചു. ആ തണുത്ത വെള്ളം കുടിച്ചപ്പോൾ ബകാ ഫസ്തദ്ദ ബുകാഉഹു, ആ തണുത്ത വെള്ളം കുടിച്ച സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. കരഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹം അതികഠിനമായി കൊണ്ട് കരഞ്ഞു. അദ്ദേഹത്തിന് കരച്ച് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഫഖീല ലഹു, അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, വമാ യുബ്കീകി, നിങ്ങൾ എന്തിനാണ് ഈ തണുത്ത വെള്ളം കുടിച്ചപ്പോൾ എന്തിനാ കരഞ്ഞത്? ഒരു പച്ചവെള്ളം കുടിച്ചപ്പോൾ നിങ്ങൾ എന്തിനാ കരഞ്ഞത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദക്കർതു ആയതൻ ഫീ കിതാബില്ലാഹ്, ഈ വെള്ളം കുടിച്ചപ്പോൾ എനിക്ക് അള്ളാഹുവിന്റെ ഒരു ആയത്താണ് ഓർമ്മ വന്നത്. ഈ വെള്ളം കുടിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഒരു ആയത്താണ് എനിക്ക് ഓർമ്മ വന്നത്. ഏതാണ് ആയത്ത്? വഹീല ബൈനഹും വബൈന മാ യശ്തഹൂൻ, നരകവാസികളായ സത്യനിഷേധികളായ കാഫറുകളായ നരകത്തിൽ കിടക്കുന്ന ആളുകൾ, വഹീല ബൈനഹും വബൈന മാ യശ്തഹൂൻ, അവർ എന്താണോ അവർ കൊതിക്കുന്നത്, അവർക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആഗ്രഹങ്ങളും കൊതികളും ഉണ്ടാകും അവിടെ നരകത്തിൽ. പക്ഷെ അതൊന്നും നടക്കൂല. ആ അവർ കൊതിക്കുന്നതിന്റെയും അവർ ആഗ്രഹിക്കുന്നതിന്റെയും ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു തആല മറയിട്ട് കൊടുക്കുന്നതാണ്, മറയിടുന്നതാണ്. അവർക്കത് ലഭ്യമാകൂല. ഈ ആയത്താണ് എനിക്ക് ഓർമ്മ വന്നത്. ഫഅറഫ്തു, ഞാൻ മനസ്സിലാക്കുന്നു, അൻ അഹ്ലന്നാരി ലാ യസ്തഹൂന ഇല്ലൽ മാഅൽ ബാരിദി, ആ ചുട്ടുപൊള്ളുന്ന ആ നരകത്തിൽ കിടന്ന് മറിയുമ്പോൾ അവർക്കൊരു തുള്ളി വെള്ളം ആവശ്യമായി വരും. തണുത്ത വെള്ളം അവർ ആഗ്രഹിക്കും. അതായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ആ നരകവാസികൾ ചോദിക്കുന്ന, നഫീദു അലൈനാ മിനൽ മാഇൽ ഔ മിമ്മാ റസഖഹുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു അമിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ റിസ്ഖിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇറ്റി വെള്ളം സ്വർഗ്ഗക്കാരോട് അവർ കെഞ്ചി ചോദിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ആ രംഗമാണ് ഞാൻ ആലോചിച്ചു പോയത് ഒരു തുള്ളി മുറുക്ക് വെള്ളം കുടിച്ചപ്പോഴെന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ.
നമ്മൾക്ക് എത്ര വെള്ളം കുടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെട്ട് അങ്ങനെ വല്ലതും സഹോദരന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ടോ? മഹാനായ തമീമുദ്ദാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സൂറത്ത് ജാസിയ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഫലമ്മ അതാ ഹാദിഹിൽ ആയ, അള്ളാഹുവിന്റെ ആയത്തിൽ നിന്ന് ഖുർആൻ ഈ ആയത്തോതി, അം ഹസിബല്ലദീന ഇജ്തറഹു സയ്യിആതി അം നജ്അലഹും കല്ലദീന ആമനൂ വഅമലുസ് സ്വാലിഹാത്തി സവാഉം മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. അള്ളാഹുവിന്റെ ഈ ആയത്ത് എന്തായത്തിന്റെ അർത്ഥം? ദുനിയാവിൽ തിന്മകൾ ചെയ്ത് ജീവിച്ചവരും ദുനിയാവിൽ നന്മകൾ ചെയ്ത് ജീവിച്ചവരും പരലോകത്ത് ഒന്നാകും, അല്ലെങ്കിൽ പരലോകത്ത് രണ്ടു കൂട്ടരെയും അള്ളാഹു ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്. രണ്ടും രണ്ടായിട്ട് തന്നെയാണ് അള്ളാഹ് തീരുമാനിക്കുക. വസാഅ മാ യഹ്കുമൂൻ, എത്ര മോശമാണ് അവിടെ ചിന്തയും അങ്ങനെ അള്ളാഹു രണ്ടു കൂട്ടരെയും ഒന്നാക്കുമെന്ന് അവിടെ ബോധ്യം എത്ര മോശമാണ് എന്ന് ഈ ആയത്തിൽ വിശദീകരിച്ചപ്പോ അദ്ദേഹത്തിന്റെ കൂടുതലുള്ള ആളുകൾ ഫലം നിൽപ്പിൽ തന്നെ രാവിലെ പിന്നെ രാത്രി നിസ്കാരത്തിലാണ് അദ്ദേഹം ഇത് ഓതിയത്. ആയത്ത് മാത്രം ആവർത്തിച്ച് ഓതി. അവസാനം സുബഹിയാകുന്നതുവരെ ആ ആയത്ത് തന്നെ അദ്ദേഹം ആവർത്തിച്ച് ഓതിയെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ ആയത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു മിബ്കാത്തുൽ ആബിദീൻ എന്നാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്നവരെ കരയിപ്പിക്കുന്ന ആയത്ത് എന്നാണ് ഈ ആയത്തിന് സൂറത്തു ജാസിയയിലെ 31-ാമത്തെ ആയത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ ഒരുപാടും സലഫിന്റെ ചരിത്രത്തിൽ സഹാബത്തിന്റെയും അതുപോലെ തന്നെ താബിങ്ങളുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ചരിത്രം ഉണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കണം. അള്ളാഹുവിന്റെ ആയത്തോതിട്ട് കരഞ്ഞുപോയ, അള്ളാഹുവിന്റെ ആയത്തുകൾ കണ്ണുകൾ നനഞ്ഞുപോയ, അള്ളാഹുവിന്റെ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന സ്വർഗത്തെപ്പറ്റി പറയുമ്പോൾ സ്വർഗം ചോദിക്കുന്ന ഒരവസ്ഥ സഹോദരന്മാർ നമുക്കുണ്ടാകണം. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു ഏറ്റവും ഖൈറുള്ളവർ എന്ന് പറഞ്ഞാൽ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, അവർക്ക് ഖൈറുണ്ടാകുള്ളൂ. ഖുർആൻ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്കാണ്. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങളിൽ ഏറ്റവും ഖൈറുള്ളവർ. രണ്ട് ടീമിനെ പറ്റി അള്ളാന്റെ റസൂൽ പറഞ്ഞത്. ഈ രണ്ടിൽ ഒരു മൂന്നാമനില്ല. ഞാനും നിങ്ങളും ഈ രണ്ടിലേതെങ്കിലും ഒന്നാകണം. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറുള്ളവർ ഖുർആൻ ഓതുന്നവരെന്നല്ല, മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിച്ചവരാണ്, ഖുർആൻ പഠിക്കുന്നവരാണ്, അതുപോലെ ഖുർആൻ പഠിപ്പിക്കുന്നവരാണ്. അപ്പൊ ഖുർആൻ ഒന്നുകിൽ പഠിതാവാകണം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവനാകണം. മൂന്നാമത്തെ ടീമില്ല സഹോദരന്മാര്. അത് റമദാനിൽ നമ്മൾ തുടക്കം കുറിക്കണം. വിശുദ്ധ ഖുർആനുമായിട്ട് 60 കൊല്ലം 70 കൊല്ലം 40 കൊല്ലം 50 കൊല്ലം 30 കൊല്ലം 20 കൊല്ലം ജീവിച്ചിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ച് ഈ ഹദീസിൽ പറഞ്ഞ് ഈ ഖൈർ എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിൽ കുയ്യച്ചെലസില്, നമ്മുടെ നാട്ടിൽ ഖുർആൻ പഠിക്കാൻ സംരംഭങ്ങളിൽ എത്ര ആളുകൾ പങ്കെടുക്കാറുണ്ട്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇതൊക്കെ പടച്ചോന്റെ മുമ്പിൽ നമുക്ക് എന്തൊരു ഉദരാളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ മാ ഇൽമുക, നിന്റെ ഇൽമ് എന്താണ്? ഖബറിലെ ചോദ്യമാണ് സഹോദര. ഖബറിൽ എനിക്കും നിങ്ങൾക്കുമുള്ള ചോദ്യം എന്താണ്? അള്ളാഹുവിന്റെ കിതാബിനെ കുറിച്ചും നിന്റെ ജീവിതത്തിൽ നീ പഠിച്ച ഇൽമ് എന്താണ്? എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? വല്ല ഖൈറും ഖുർആൻ കൊണ്ട് കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ റമദാന് തുടക്കമാകണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് ദുനിയാവിൽ ഏറ്റവും ഖൈറുള്ളവർ. അതിനേക്കാൾ ഖൈറുള്ള മനുഷ്യന്മാർ വേറല്ല. മഹാൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്മാരെ ഖുർആനെ സംബന്ധിച്ച് 3 ആൾക്കാരാണ്, 3 വിഭാഗമാണ്. 3 വിഭാഗം മനുഷ്യന്മാരാണ് ഖുർആനെ സംബന്ധിച്ചുണ്ടാകുക. ഒന്ന് ഖൽബുഹു റജുലുൻ ഖൽബുഹു മയ്യിത്ത്, ആ മനുഷ്യൻ അവൻ ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ അവന്റെ കൽബ് മയ്യത്തായിട്ടുണ്ട്. അവന്റെ ഹൃദയം മയ്യത്താണ്, പക്ഷെ അവന്റെ ജസദ് ഹയാത്തുണ്ട്. രണ്ടാമത്തെ മനുഷ്യൻ വറജുലുൻ ലഹു ഖൽബുൻ ഹയ്യുൻ, അവന്റെ കൽബ് ഹയാത്തിലുണ്ട്, ഓന് ഹയാത്തിലുണ്ട്, പക്ഷേ ലാക്കിൻ ഗൈറു മുസ്തമിൽ ആയാത്തിൽ മത്ലൂവ, പക്ഷെ അള്ളാന്റെ ആയത്തിനെ പറ്റി പഠിക്കാനുള്ള ചിന്ത ഓനില്ല. ഓനിങ്ങനെ വേറെ ദുനിയാവിന്റെ ശുഗലായിട്ട് നടക്കുകയാണ്. അവന്റെ കൽബൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്, അങ്ങോട്ടാക്കുന്നുണ്ട് ഇങ്ങോട്ടാക്കട്ടെ, ആള് ബിസിയാണ്. പക്ഷെ അവന്റെ ഖുർആൻ അവന്റെ ഹൃദയത്തെ മശ്ഗൂലാക്കുന്നില്ല. മൂന്നാമത്തെ മനുഷ്യൻ റജുലുൻ ഹയ്യുൽ ഖൽബ് മുസ്തഇദുൻ തുലിയത അലൈഹി ഫഅസ്ഗാ ബിസംഇഹി വലം യുശ്ഇൽഹു ബിഗൈരി ഫഹ്മിഹി, അല്ലാഹുവിന്റെ ഖുർആൻ ഹൃദയത്തെ മശ്ഗൂലാക്കിയ ഒരു മൂന്നാമത്തെ വിഭാഗം ആളുകളുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒന്നാമത്തെ മനുഷ്യൻ അതോ ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണ്, പക്ഷെ അവന്റെ കൽബ് മയ്യത്തായിട്ടുണ്ട്, ഒന്നും ചിന്തിക്കണില്ല, ഖുർആനെ പറ്റി പഠിക്കണമെന്ന് പോലും ചിന്തിക്കണില്ല. അയാൾക്കല്ലഅമ, ഒരു അന്ധനെ പോലെയാണ്. ആ ലോകത്തിങ്ങനെ ജീവിക്കും, പക്ഷെ ലോകമൊന്നും കാണൂല. ഈ ലോകത്തിന്റെ ഭംഗിയും തന്റെ ശരീരത്തിന്റെ ഭംഗി പോലും കാണാൻ കഴിയാത്ത ഒരു അന്ധനെ പോലെയാണ് ഖുർആന് നേരെ കണ്ണടക്കുന്ന മനുഷ്യൻ. രണ്ടാമത്തെ വസാനി ബിമൻസിലത്തിൽ ബസീർ, രണ്ടാമത്തെ കാഴ്ചയുള്ള മനുഷ്യനെ പോലെയാ, പക്ഷേ
അയാൾ നോക്കുന്ന എവിടേക്കാണ്? മേപ്പെട്ടാണ്. മുന്നിക്ക് നോക്കേണ്ടത് മേപ്പെട്ടാ നോക്കേണ്ടത്. മുന്നിക്ക് ഇങ്ങനെ നടക്കുന്നുണ്ടാവും, പക്ഷെ മേപ്പെട്ടൊക്കെ കിടക്കാൻ നമ്മൾ സാധാരണ പറയല്ലോ. അവൻ നോക്കേണ്ടിടത്തേക്കല്ല നോക്കിയത്. മൂന്നാമത്തെ മനുഷ്യനാണ് അള്ളാഹുവിന്റെ ഖുർആനെ പറ്റി പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നവനെന്നാണ് അള്ളാഹുവിന്റെ മഹാൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹിയിൽ വിശദീകരിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, നിങ്ങൾ ആച്ചു അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ ആദരവുകളാണ്. നിങ്ങൾ നോക്ക്, ഒരു 3 ആൾ യാത്ര പോകുകയാണെങ്കിൽ അതിലൊരു പണക്കാരുണ്ട്, ഒരു നേതാവുണ്ട്, ഒരു ഖുർആൻ പഠിച്ചവനുണ്ടെങ്കിൽ ആരാണ് അവിടെ ഇമാമത്ത് നിൽക്കേണ്ടത്? ആ ഖുർആൻ പഠിച്ചവൻ ചെറിയ കുട്ടിയാണെങ്കിൽ അഖ്റഉഹും ലികിതാബില്ലാ, അള്ളാഹിന്റെ ഖുർആൻ പഠിച്ചവനാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. ഇനി മരിച്ച് ഒരു ഖബറിൽ മയ്യത്ത് മറമാടാണെങ്കിൽ 2 മയ്യത്തുകൾ ഒരു ഖബറിൽ മടമാടേണ്ട സന്ദർഭം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ അങ്ങനെ ഉണ്ടായി. ഒരു ഖബറിൽ തന്നെ 2 മയ്യത്ത് മറമാടേണ്ട സന്ദർഭം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 മയ്യത്തിനെയും കുളിപ്പിച്ച് കടത്തി കഫൻ ചെയ്ത് പ്രവാചകൻ ചോദിച്ചു, അയ്യുഹും അഖ്റഹും ലികിതാബില്ലാ, ഇതിൽ 2ൽ ആരാണ് അള്ളാഹിന്റെ ഖുർആൻ കൂടുതൽ പഠിച്ചവന്? അവനെ കിബിലക്ക് നേരെ കടത്തണം, അവനെ ഇമാമാക്കണം. ഖബറിലും അവൻ ഇമാമാണ്, ദുനിയാവിലും അവൻ ഇമാമാണ്, ഖബറിലും അവൻ ഇമാമാണ്. ഇതിനേക്കാൾ വലിയ ആദരവ് എന്താ ഉള്ളത്? അതുപോലെ തന്നെ മഹ്ശറിലേക്ക് വരുമ്പോൾ മലക്കുകൾ അവനെ സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് ഹദീസിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ ഖുർആൻ ധാരാളമായി കൊണ്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഫഇന്നൽ ഖുർആന യതി ശഫീഅൻ ലിസ്ഹാബിഹി, അല്ലാഹുവിന്റെ ഖുർആൻ അതിന്റെ അഹ്ലുകാർക്ക് ശുപാർശകനായിക്കൊണ്ട്, പടച്ചോനെ ഇവൻ രാത്രി ഖുർആൻ ഓതിയവനാണ്, പടച്ചോനെ ഈ മനുഷ്യൻ എന്നെ ഓതിയവനാണ്, പാരായണം ചെയ്തവനാണ്, എന്നെ ഓതി കരഞ്ഞവനാണെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ അടുക്കൽ സൂറത്ത് ബഖറയും സൂറത്ത് ആൽ ഇംറാനും അള്ളാഹുവിന്റെ പ്രവാചകൻ പറയും, ഹത്താ യദ്ഖുലുൽ ജന്ന, ആ മനുഷ്യനെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതുവരേക്കും ആ സൂറത്ത് ബഖറയും സൂറത്ത് ആൽ ഇംറാനും അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹ് ആ മനുഷ്യന് വേണ്ടി തർക്കിച്ചുകൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്കുള്ള സന്തോഷ വാർത്തകളാണ്. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു കാര്യം കൂടി ഞാനിലേക്ക് കൂട്ടിച്ചേർക്കാൻ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പ്രവാചകൻ ജീവിച്ച കാലഘട്ടത്തിൽ വേദക്കാരുണ്ടായിരുന്നു, ജൂതന്മാരും ക്രിസ്ത്യാനികളും. അവർ ഖുർആന്റെ ആളുകളല്ല, പക്ഷെ അവർക്ക് പോലും ഖുർആൻ കേട്ടാൽ അവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന മുസ്ലിമീങ്ങളെ പറ്റിയല്ല അല്ലാഹു പറഞ്ഞത്. വഇദാ സമിഉ മാ ഉൻസില റസൂലി, അള്ളാഹുവിന്റെ പ്രവാചകനിലേക്ക് ഇറക്കപ്പെട്ട ഖുർആൻ അവർ കേട്ടുകഴിഞ്ഞാൽ തറ അയുനഹും തഫീദു മിനദ്ദമഇ, അവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നതായിക്കൊണ്ട് നിനക്ക് കാണാൻ കഴിയും. മിമ്മ അറഫു മിനൽ ഹഖ്, ആ ഖുർആൻ പറഞ്ഞിരിക്കുന്ന ഹഖ് അവർ മനസ്സിലാക്കിയതുകൊണ്ട്. ഇതാരെ പറ്റിയ? മുഅ്മിനീങ്ങളെ പറ്റിയല്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ജീവിച്ച അഹ്ലു കിതാബ് പോലും ഖുർആൻ കേട്ട് കരഞ്ഞിരുന്നു. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച അഹ്ലു കിതാബ് പോലും അള്ളാഹുവിന്റെ ഖുർആൻ കേട്ട് കരഞ്ഞിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനും നിങ്ങളും എവിടെ നിൽക്കുന്നു? എന്നിട്ട് അല്ലാഹ് പറയാണ്, യഖൂലൂന റബ്ബനാ, അവർ പറയും, പടച്ചോനെ, ആമന്നാ, ഞങ്ങളിതായി ഖുർആൻ വിശ്വസിച്ചിരിക്കുന്നു, ഫക്തുബ്നാ മഅ ശാഹിദീൻ. അതുകൊണ്ട് ഈ ഖുർആന്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ സാക്ഷി പറയുന്നവർ ഞങ്ങളിനി എഴുതി ചേർക്കണമേ എന്ന് ആ വേദക്കാരായ അഹ്ലു കിതാബ് ജൂതന്മാരും ക്രിസ്ത്യാനികളും അള്ളാന്റെ റസൂലുള്ളാന്റെ അടുക്കൽ വന്ന് പറയുമെന്ന് പോലും വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മാഇദയിൽ 83-ാമത്തെ ആയത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് അത്ഭുത വേദഗ്രന്ഥമാണ്. നമ്മളതിലേക്ക് അടുക്കും തോറും അത് നമ്മളിലേക്ക് ആകർഷിക്കും. ലോകത്തെന്തിനേക്കാളും ആനന്ദമുള്ളത് വിശുദ്ധ ഖുർആൻ പഠനത്തിനും അത് കേൾക്കാനും അത് പാരായണം ചെയ്യാനും തന്നെയാണ്. അതുകൊണ്ട് ഈ റമദാനിലെങ്കിലും ആ ഖുർആനിലേക്ക് ഒരു മനസ്സ് തുറക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം. ഇല്ലെങ്കിൽ ഈ ഖുർആൻ നമുക്കെതിരെ സാക്ഷി നിൽക്കും. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പരലോകത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ തന്റെ ഉമ്മത്തിന്റെ നേരെ നോക്കി, എന്റെ ഉമ്മത്ത്, ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് ഖുർആൻ അവഗണിച്ചു എന്ന് പറയുന്ന ഒരു ഖേദപ്രകടനം പ്രവാചകന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിത് പെട്ടുപോകരുത്. ആ ഖുർആൻ പഠിക്കാൻ സംരംഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ നാടുകളിൽ ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട്. ഇനി അതൊന്നുമില്ലെങ്കിലും ഓൺലൈനിൽ ഇഷ്ടംപോലെ സംവിധാനങ്ങൾ, അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഖുർആനിന്റെ അഹ്ലുകാരായി റസൂൽ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ ഖാസത്തിൽപ്പെട്ട അള്ളാഹുവിന്റെ പ്രത്യേക അഹ്ലുകാരാരെന്ന് ചോദിച്ചാൽ അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആളുകളായി മാറുവാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥത്തെ നെഞ്ചിലേറ്റുന്ന ആ ഗ്രന്ഥത്തിനനുസരിച്ചുകൊണ്ട് അമലുകൾ ക്രമീകരിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ അവർ കുടുംബത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്.
സഹോദരന്മാരെ, വിശുദ്ധ റമദാനിൽ നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഖുർആൻ പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ദുനിയാവിന്റെ വിഷയങ്ങളും ആഖിറത്തിന്റെ വിഷയങ്ങളും നമ്മുടെ കുടുംബത്തിന്റെയും അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാ ആളുകളുടെയും വിഷയങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണ് വിശുദ്ധ ഖുർആൻ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന് പറയുന്ന ആയത്ത് സൂറത്ത് ബഖറയിൽ 2 ആയത്തുകൾക്കിടയിലാണ്. അഥവാ 2 ആയത്തിന്റെ അപ്പുറത്തുള്ള ആയത്ത് ഇപ്പുറത്തുള്ള ആയത്ത് നോമ്പുമായി ബന്ധപ്പെട്ട ആയത്താണ്. ആ 2 ആയത്തുകൾക്കിടയിലാണ് പ്രാർത്ഥനയുമായി കൊണ്ട് ബന്ധപ്പെട്ട ആയത്ത് അല്ലാഹു വിശദീകരിച്ചിട്ടുള്ളത്. പ്രാർത്ഥനയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ റബ്ബ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം. പടച്ചോണ്ട് മാത്രമേ പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പൊ അതാ ഇനി റമദാൻ 17 വന്ന ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ കാണും. ഒരു കാര്യമില്ല. വഖാല റബ്ബുക്കും, നിങ്ങൾ റബ്ബ് പ്രഖ്യാപിച്ചിട്ട് ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കണം. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നോടുള്ള ഇബാദത്തിൽ അഹങ്കാരം നടിക്കുന്നവർ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അപ്പൊ പടച്ചോനോട് പ്രാർത്ഥിക്കാതെ അഹങ്കരിക്കുന്നവർ, അപ്പൊ അള്ളാഹ്ക്കുള്ള പ്രാർത്ഥന അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. അതുകൊണ്ടാണ് ആയത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് അൻ ഇബാദത്തി എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ ദുആഉൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന. അപ്പൊ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, ധാരാളമായി കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ലൈസ ശൈഉൻ അക്രമ അലല്ലാഹി തആല മിനദ് ദുആ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും അക്രമായ അമൽ, ഏറ്റവും മാന്യമായ, അള്ളാഹ് ഏറ്റവും സ്വീകരിക്കുന്ന ആദരിക്കുന്ന അമൽ എന്ന് പറഞ്ഞാൽ അള്ളാഹിനോടുള്ള പ്രാർത്ഥനയാണ്. പടച്ചോനെ നീ എനിക്ക് കൊണ്ടാന്ന് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് 2 കൈകളും നീട്ടി മനസ്സ് തുറന്നു വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം. മല്ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങളോട് കോപിക്കുമെന്നാണ്. മനുഷ്യന്മാരങ്ങനല്ല. മനുഷ്യന്മാർ രാവിലെയും ഉച്ചക്കും വൈകുന്നേരം പിന്നെ ആളുകളോട് ഒരേ ആളോട് തന്നെ പൈസ വീണ്ടും വീണ്ടും ചോദിച്ചാൽ ആരും കൊടുക്കൂല. മനുഷ്യന്മാരുടെ സ്വഭാവം അതാണ്. മനുഷ്യന്മാരതെന്ത് ചെയ്യും? കോപിക്കും. എന്നാൽ അള്ളാഹിനോട് രാവിലെ ചോദിച്ചു, ഇപ്പം ചോദിച്ചു, അടുത്ത മിനിറ്റ് വീണ്ടും ചോദിച്ചു, അടുത്ത മണിക്കൂർ വീണ്ടും ചോദിച്ചാൽ എത്ര ചോദിക്കുന്നു അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം ഇഷ്ടമാണ്. ഒരു ഹദീസ് കൂടി പറയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ, അഅജസുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ദുർബലൻ, ജനങ്ങളിൽ ഏറ്റവും ആജിസായ, ശക്തിയില്ലാത്തവൻ ആരാണ്? മൻ അജസ അനിദ് ദുആ, പ്രാർത്ഥനയിൽ നിന്ന് ദൗർബല്യമായവൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണമല്ല, ആ മനുഷ്യനാണ് ഏറ്റവും വലിയ ദൗർബല്യമുള്ളവൻ, ഏറ്റവും ശക്തിയില്ലാത്തവൻ, ഏറ്റവും വലിയ ദുർബലൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബ്ഖലുൻ നാസ് മൻ ബഖില ബിസ്സലാം, ജനങ്ങളിൽ ഏറ്റവും വലിയ പിശുക്കനാരാന്ന് പറഞ്ഞാൽ സലാം കൊണ്ട് പിശുക്കുന്നു. ഒരു സലാം പറയാനും കൂടി മടിയാണ്. അങ്ങനത്തെ ആളുകളാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൻ ഫുതിഹ ലഹു മിൻകും ബാബുദ് ദുആ ഫുതിഹത ലഹു അബ്വാബുർ റഹ്മത്തി, നിങ്ങൾ പ്രാർത്ഥനയുടെ വാതിൽ അല്ലാഹുവിലേക്ക് തുറന്നു വെച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു വരും. വമാ സുഇലല്ലാഹു ശൈഅൻ യഅനി അഹബ്ബ ഇലൈഹി മിൻ ഇസ്അൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നതിൽ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം നിങ്ങൾ ആഫിയത്തിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷയുടെ കാലമാണ്. SSLC അതുപോലെ തന്നെ +2 അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥികൾക്കൊക്കെ പരീക്ഷയുടെ കാര്യം നമ്മൾ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കുമ്പോഴാണ് അള്ളാഹിന്റെ സഹായം കൂടി ഉണ്ടാകുക. അതുകൊണ്ട് റമദാൻ എന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ മാസം കൂടിയാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ മക്കൾക്ക്, കുടുംബത്തിനും, നമ്മുടെ മുഅ്മിനീങ്ങളായ ആളുകൾക്കൊക്കെ തന്നെയും നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു പ്രധാന കാര്യം സൂചിപ്പിക്കാൻ, നമ്മൾ ഇന്ന് കളക്ഷൻ എടുക്കുന്നത് നമ്മുടെ ചെമ്മാടുള്ള നമ്മുടെ കരുണ എന്ന് പറയുന്ന ക്യാൻസർ ഹോസ്പിറ്റൽ നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അവിടെ ഒരുപാട് ആളുകൾ ഡയാലിസിസ് ആയിട്ടും അതുപോലെ തന്നെ ക്യാൻസർ രോഗികളായിട്ടും അതുപോലെ തന്നെ മറ്റു പല രീതിയിലും സൗജന്യമായി സാമ്പത്തികമായി ശേഷിയില്ലാത്ത ഒരുപാട് രോഗികളായ ആളുകൾക്ക് വർഷങ്ങളായി വലിയൊരു തണലായി പ്രവർത്തിക്കുന്ന ഒരു വലിയ ചാരിറ്റിയുടെ സ്ഥാപനമാണ് കരുണ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് ഒരു മാസത്തിൽ തന്നെ ലക്ഷങ്ങളാണ് അതിന്റെ ചെലവായിട്ട് വരുന്നത്. വളരെ ചെറിയ പൈസ ചില ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാത്രമേ ഈടാക്കുന്നുള്ളൂ. അതിൽ ഒരുപാട് കിഡ്നി രോഗികൾക്ക് ഒരുപാട് ഡയാലിസിസ് യൂണിറ്റുകൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അത് കണ്ടിട്ടില്ലാത്ത ആളുകളും ഒഴിവ് കിട്ടും അതൊക്കെ ഒന്ന് പോയി കാണുക. ആ സ്ഥാപനം കാണൽ മാത്രമല്ല, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹവും ആഫിയത്തും ഒക്കെ മനസ്സിലാക്കാനും അത്തരം ചില സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്ന നന്നായിരിക്കും. അതുകൊണ്ട് ഇനി അതിന് കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. റമദാനിൽ ഇന്നത്തെ കലശം, ഈ വെള്ളിയാഴ്ചത്തെ കലശം എടുക്കുന്നത് ആ സ്ഥാപനത്തിന് വേണ്ടിയാണ്.
എല്ലാ ആളുകളും ആത്മാർത്ഥമായി ഇതിൽ സഹകരിക്കണമെന്ന് കൂടെ നിർത്തുന്നു. അതുപോലെ മറ്റൊരു കാര്യം സൂചിപ്പിക്കണം എന്ന് വെച്ചാൽ, നമ്മുടെ റമദാനാകുമ്പം ആളുകൾ ഇഷ്ടംപോലെ പള്ളിയിലേക്ക് വരും, പ്രത്യേകിച്ച് തറാവീഹ് നിസ്കാരത്തിനും ഇശാ നിസ്കാരത്തിനൊക്കെ. നമ്മുടെ ഒരു പ്രവർത്തനം കൊണ്ട്, പ്രത്യേകിച്ച് കുട്ടികളോട് എനിക്ക് പറയാനുള്ള, പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഭാഗത്തുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, പല ആളുകൾ അതിന് കംപ്ലൈന്റ് ആയിട്ട് പറയുന്നുണ്ടായി. നിസ്കരിക്കാൻ വരുന്ന ആളുകൾ അവിടെ മനസ്സ് തുറന്ന് റാഹത്തായി പടച്ചോന്റെ മുമ്പിൽ നിന്ന് മനസ്സ് തുറന്ന് നിസ്കരിക്കാനാണ് പള്ളിയിലേക്ക് വരുന്നത്. അല്ലാത്ത ആളുകൾ വീട്ടിൽ നിസ്കരിക്കുമല്ലോ. ആ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് നമ്മളൊരു തടസ്സം ഉണ്ടാക്കാൻ പാടില്ല. ഓമൻ അവലമു മിമ്മൻ മസാജിദല്ലാഹി യുദ്കറ ഫീഹി ഇസ്മുഹു. അള്ളാന്റെ പള്ളിയിൽ നിന്ന് അള്ളാന്റെ നാമം തടയുന്നതിനേക്കാൾ വലിയ അക്രമ ലോകത്ത് വേറില്ല എന്നല്ല പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ലേഡീസിന്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ, അവിടുത്തെ വനിതാ വിങ്ങിന്റെ ആളുകൾ സത്യം ശ്രദ്ധിക്കുക. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർ നിയന്ത്രിക്കാൻ കഴിയാം, പിന്നെ അവർ നിയന്ത്രിക്കണം. ഇനി വലിയ കുട്ടികളാണെങ്കിൽ പോലും നിസ്കരിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്നാൽ അടങ്ങി അവിടെ ഇരിക്കാൻ പറ്റും. നിസ്കരിക്കുന്നവർക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒരു പ്രവർത്തനം അത് ആടെ ഭാഗത്ത് ഉണ്ടാകരുത്. അത് വലിയ കുറ്റമാണ്. റമദാനിൽ ഇബാദത്ത് ചെയ്യാനും കൂലി കിട്ടാനുമാണ് നമ്മൾ പള്ളിയിലേക്ക് വരുന്നത്. അവസാനം പള്ളിയിൽ നിന്ന് കൂലിയില്ല, ശിക്ഷയും കൊണ്ട് ഇറങ്ങിപ്പോകുന്ന അതിദാരുണമായ അവസ്ഥ ഒരിക്കലും വിശ്വാസികൾക്ക് ഉണ്ടാകരുതെന്ന് കൂടി സൂചിപ്പിക്കുന്നു. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നന്മകളും നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിലെ നോമ്പുകളും അതുപോലെ തന്നെ ദാനധർമ്മങ്ങളുമെല്ലാം അള്ളാഹു നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين آمين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد.